Next we shall discuss holder and due course. Holder and holder and due course. The holder is a person who is entitled to possess a negotiable instrument and receive payment on it. Then holder in due course means that is given in section 9 of the Negotiable Instruments Act 1881. So section 9 of the Negotiable Instruments Act 1881 defines a holder in due course as any person then who for consideration became the possessor of a promissory note, bill of exchange or check if payable to bearer. The possessor കൈവശം വെച്ചിരിക്കുന്നയാൾ possessor of a promissory note, bill of exchange or check if payable to bearer. ഒരു bearer instrument ആണെങ്കിൽ അത് possess ചെയ്യുന്നയാൾ. Then again, or the payee or endorsee thereof if payable to order. ഇനി അത് order instrument ആണെങ്കിൽ പേയിയോ എൻഡോഴ്സിയോ. Then again, before the amount mentioned in it became payable. ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് അത് പേയബിൾ ആകുന്നതിന് മുമ്പ്, അതിൻ്റെ ഡ്യൂ ഡേറ്റിന് മുമ്പ് റിസീവ് ചെയ്തിരിക്കണം. Then again, without having sufficient cause to believe that any defect existed in the title of the person from whom he derived his title. Without having sufficient cause to believe that. ഇത് ആരിൽ നിന്നാണോ ഈ ഇൻസ്ട്രുമെൻ്റ് റിസീവ് ചെയ്യുന്നത് അയാളുടെ ടൈറ്റിലിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്ന് വിശ്വസിക്കാനുള്ള ന്യായമായ കാരണങ്ങൾ ഇല്ലായിരിക്കണം. അപ്പം ആരിൽ നിന്നാണോ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് കിട്ടുന്നത് അയാളുടെ ടൈറ്റിൽ, അയാളുടെ ഉടമസ്ഥാവകാശത്തെ സംശയിക്കാനുള്ള കാരണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് റിസീവ് ചെയ്യുന്നയാൾക്ക് എന്താ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ എന്താ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഹിസ് ടൈറ്റിൽ വിൽ ബി better than that of the person from whom he receives that. Holder in due course. Then the above definition brings forth the following conditions to be fulfilled by a person to become a holder in due course. ഇനി ഒരു വ്യക്തി ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആകണമെങ്കിൽ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, he must have become the holder of the instrument. ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് കൈവശം വെച്ചിരിക്കുന്ന ഒരാളായിട്ട് മാറണം. എന്നാൽ ലീഗലി ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് കൈവശം വയ്ക്കാനും അതിൻ്റെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനും റൈറ്റ് ഉള്ള ഒരാളായിരിക്കണം. ദാറ്റ് മീൻസ് he should be the bearer if the instrument is bearer one, and he should be the payee or endorsee if the instrument is an order one. He must have become the holder of the instrument. ഒരു bearer ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ആ ഇൻസ്ട്രുമെൻ്റ് കൈവശം വെച്ചിരിക്കുന്നയാൾ. ഇനി ഓർഡർ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റിലെ പേയോ എൻഡോഴ്സിയോ ഇവരായിരിക്കും ഹോൾഡറായിട്ട് കണക്കാക്കുന്നത്. ദെൻ സെക്കൻഡ്ലി, he must have acquired the instrument before the date mentioned in the instrument. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റിൽ ഡ്യൂ ഡേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റിന് മുമ്പ് ഈ ഇൻസ്ട്രുമെൻ്റ് അക്വയർ ചെയ്തിരിക്കണം. ഈ ഇൻസ്ട്രുമെൻ്റ് കൈവശം വരുന്നത് ഡ്യൂ ഡേറ്റിന് മുമ്പായിരിക്കണം. ദെൻ 3, he must have obtained the instrument for valuable consideration. വാല്യുബിൾ കൺസിഡറേഷന് പകരമായിട്ടായിരിക്കണം, ഫ്രീ ആയിട്ടാകാൻ പാടില്ല. എന്തെങ്കിലും വാല്യുബിൾ കൺസിഡറേഷന് പകരമായിട്ടായിരിക്കണം. സംതിങ് ഇൻ റിട്ടേൺ, കൺസിഡറേഷൻ, ക്വിഡ് പ്രോക്കോ. ഇപ്പോൾ എന്തെങ്കിലും വാല്യുബിൾ കൺസിഡറേഷന് വേണ്ടിയായിരിക്കണം ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് റിസീവ് ചെയ്യുന്നത്. then he must have obtained the instrument in good faith and without sufficient reason to believe that any effect existed in the title of the transferor. He must have obtained the instrument in good faith, ഉത്തമ വിശ്വാസത്തിലായിരിക്കണം. അതുപോലെ തന്നെ without having sufficient reason to believe that there exists any defect in the title of the transferor. ട്രാൻസ്ഫററിൻ്റെ ടൈറ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്ന് സംശയിക്കാൻ പോലും കാരണമുണ്ടാകാൻ പാടില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ടാണ് ട്രാൻസ്ഫറിൻ്റെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന ആ ഒരു ടൈറ്റിൽ അയാൾക്ക് ഇല്ലാതെയാവും. ദെൻ he must have received the instrument which has no material defect
For instance, an undated or unsigned instrument is one with material defect. ഇങ്ങനെ റിസീവ് ചെയ്യുന്ന ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ മെറ്റീരിയൽ ഡിഫക്റ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഈ സൈൻ ഇല്ലാത്തതോ ഡേറ്റ് ഇല്ലാത്തതോ ആയ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അവിടെ എന്താ ഒരു മെറ്റീരിയൽ ഡിഫക്റ്റ് ഉണ്ടായി. അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഹി വിൽ നോട്ട് ബി എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഇപ്പം ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് നമ്മളതിൻ്റെ ചില സാഹചര്യങ്ങൾ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആകുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് വി ഷാൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഹോൾഡർ ആൻഡ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സുമായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്, ഡിഫറൻസുകളുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ എന്താണെന്ന് നോക്കാം. നമ്പർ 1, എ ഹോൾഡർ he need not be a holder in due course. A holder need not be a holder in due course, but a holder in due course must be a holder. ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്താണ്, ഹോൾഡർ ഒരിക്കലും ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആകണമെന്നില്ല. അതേസമയം എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എല്ലായ്പ്പോഴും ഒരു ഹോൾഡർ ആയിരിക്കും. സെക്കൻഡ്ലി, he must have obtained the instrument with or without consideration. A holder must have obtained the instrument with or without consideration, but in case of a holder in due course, he must have obtained the instrument for valuable consideration. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആകണമെങ്കിൽ ആ വ്യക്തി ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന വാല്യുബിൾ കൺസിഡറേഷന് വേണ്ടി ആയിരിക്കണം. ഹോൾഡർ ആണെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. എ ഹോൾഡർ മൈറ്റ് ഹാവ് ഒബ്റ്റെയിൻ ദി ഇൻസ്ട്രുമേഷൻ വിത്ത് ഓർ വിതൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. ദെൻ 3, he might have obtained the instrument before or after its due date. ഹോൾഡർ എന്താ, ഡ്യൂ ഡേറ്റിന് മുമ്പോ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞോ ആകാം ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതേസമയം ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണെങ്കിൽ he might have obtained the instrument before its due date. ഡ്യൂ ഡേറ്റിന് മുമ്പ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. Then number 4, he might have acquired the instrument. A holder might have acquired the instrument with or without the notice of any defect in the title of the transferor. Holder ആണെങ്കിൽ എന്താ, he might have obtained the instrument with or without the notice of any defect in the title of the transferor. ഒരു ഹോൾഡർ ആകുമ്പോൾ ട്രാൻസ്ഫറിൻ്റെ ടൈറ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്ന് നോട്ടീസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഇനി അതേസമയം ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണെങ്കിൽ he must have acquired the instrument without notice. ഹോൾഡറിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ ടൈറ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്ന് അറിയാതെ ആയിരിക്കണം റിസീവ് ചെയ്തിരിക്കുന്നത്. he must have acquired the instrument without the notice of any defect in the title of the transferor. ട്രാൻസ്ഫറിൻ്റെ ടൈറ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അയാൾ ഒരിക്കലും ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആകില്ല. അതേസമയം ഹോൾഡറിന് ഇത് അറിഞ്ഞോ അറിയാതെയോ റിസീവ് ചെയ്യാം. ഹോൾഡറിൻ്റെ പൊസിഷൻ മാറുന്നില്ല. Then in case of a holder, his title will not be better than that of the transferor. A holder's title will never be better than that of the transferor. ഹോൾഡറിൻ്റെ ടൈറ്റിൽ ഒരിക്കലും ട്രാൻസ്ഫറിൻ്റെ ടൈറ്റിലിനേക്കാളും ബെറ്റർ ആയിരിക്കുകയില്ല. If the title of the transferor is defective, then the holder's title also will be defective. But in case of a holder in due course, his title will be better than that of the transferor. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ ടൈറ്റിൽ എല്ലായ്പ്പോഴും ട്രാൻസ്ഫറിൻ്റെ ടൈറ്റിലിനേക്കാളും ബെറ്റർ ആയിരിക്കും. ട്രാൻസ്ഫറിൻ്റെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണെങ്കിലും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ ടൈറ്റിൽ ഗുഡ് ടൈറ്റിലായിരിക്കും. ദെൻ നമ്പർ 6, in case of a holder, his position is less safer than that of a holder in due course. ഹോൾഡറിൻ്റെ പൊസിഷൻ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ പൊസിഷനിലേക്കാളും സേഫർ അല്ല, ലെസ് സേഫർ ആണ്. കാരണം എന്തെങ്കിലും ഡിഫക്റ്റ് ട്രാൻസ്ഫറിൻ്റെ ടൈറ്റിൽ ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റ് ഹോൾഡറിനെയും ബാധിക്കും. But in case of a holder in due course, his position is more safer than the position of the holder. ഹോൾഡറിൻ്റെ പൊസിഷനേക്കാളും സേഫാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ പൊസിഷൻ. Then number 7, a negotiable instrument which pass through the hands of a holder is not free from defects. ഹോൾഡറിൻ്റെ കയ്യിലൂടെ കടന്നു പോകുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അതിൻ്റെ ഡിഫക്റ്റിൽ നിന്ന് ഫ്രീ ആകുന്നില്ല. എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റ് ആ ഇൻസ്ട്രുമെൻറ്റിനോട് കൂടി തന്നെ നിലനിൽക്കും. Whereas in case of a holder in due course, a negotiable instrument which pass through the holders or hands of a holder in due course, a negotiable instrument which pass through the hands of a holder in due course
ഈസ് ഫ്രീ ഫ്രം ഇറ്റ് ഡിഫക്ട്സ്. ഹോൾഡ് ഇൻ ഡ്യൂ കോഴ്സിൻ്റെ കയ്യിലൂടെ കടന്നു പോകുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അതിൻ്റെ ഡിഫക്റ്റിൽ നിന്ന് ഫ്രീ ആകുന്നു. അതിൻ്റെ ഡിഫക്റ്റ് എന്താ? ഡിഫക്റ്റ് പിന്നീട് വരുന്ന ഹോൾഡേഴ്സിനെ അഫക്റ്റ് ചെയ്യില്ല. ഈ 7 പോയിൻറ്റുകൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോൾഡർ ആൻഡ് ഡ്യൂ കോഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഹോൾഡറും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സുമായിട്ടുള്ള മെയിൻ പോയിൻറ്റ്സ് ഓഫ് ഡിഫറൻസ്. Then next comes the payment in due course. Payment in due course hold in due course ഉണ്ട്. Payment in due course, that is given in section 10 of the Indian Negotiable Instruments Act 1881. Negotiable Instruments Act's basic act in the Negotiable Instruments Act 1881 ആണ്. അപ്പോൾ section 10 പ്രകാരം പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ആസ് എ പേയ്മെൻറ്റ്, ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിലെ സെക്ഷൻ 10 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് payment in due course as a payment in due course means the payment in accordance with the apparent tenor of the instrument in good faith and without negligence to any person in possession thereof under circumstances which do not afford a reasonable ground for believing that he is not entitled to receive payment of the amount mentioned therein. 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പേയ്മെൻറ്റ് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദി അപ്പാരൻറ്റ് ടെനർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത്, ഉത്തമ വിശ്വാസത്തിലായിരിക്കണം. അതുപോലെ അവിടെ എന്താ? നെഗ്ലിജൻസ് ഉണ്ടാകാൻ പാടില്ല, വിതൗട്ട് നെഗ്ലിജൻസ്. ടു എനി പേഴ്സൺ ഇൻ പൊസഷൻ ദെയർ ഓഫ് അണ്ടർ സർക്കംസ്റ്റാൻസസ് വിച്ച് ഡു നോട്ട് അഫോർഡ് എ റീസണബിൾ ഗ്രൗണ്ട് ഫോർ ബിലീവിംഗ് ദാറ്റ് ഹി ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദി പേയ്മെൻറ്റ് ഓൺ ദി എമൗണ്ട് മെൻഷൻ ദെയറിൻ. പേയ്മെൻറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നയാൾ ഇത് റിസീവ് ചെയ്യാൻ എന്തെങ്കിലും യോഗ്യതക്കുറവുണ്ട് എന്ന് ഒരിക്കലും ബോധ്യമാകാൻ പാടില്ല. ആ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നയാൾക്ക് ഈ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസത്തിലായിരിക്കണം പേയ്മെൻറ്റ് കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ ആ പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ് ആവുകയുള്ളൂ. And that is defined in section 10 of the Indian Negotiable Instruments Act 1881. ഇതിനെ ഇനി നമ്മൾ ഒരു പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. നമ്പർ 1, എ പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി അപ്പാരൻറ്റ് ടെനർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അപ്പാരൻറ്റ് ടെനർ, ഇൻസ്ട്രുമെൻറ്റിലെ ആളുകളുടെ ഒരു മോട്ടീവ് എന്താണോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അപ്പാരൻറ്റ് ടെനർ, ആ ഇൻസ്ട്രുമെൻ്റ് എന്തിനു വേണ്ടിയാണോ ഡ്രോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ടെനർ വെച്ച്, അതിൻ്റെ ലക്ഷ്യം വെച്ചായിരിക്കണം പേയ്മെൻറ്റ്. ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ, ദി പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് ദി പാർട്ടീസ് ആസ് റിഫ്ലക്റ്റഡ് ഓൺ ദി ചെക്ക്. അപ്പാരൻറ്റ് ടെനർ മീൻസ് എന്താ? ഇൻറ്റൻഷൻ ഓഫ് ദി പാർട്ടീസ്. ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിലെ പാർട്ടിക്കാരുടെ ഇൻറ്റൻഷൻ എന്താണോ ആ ഇൻറ്റൻഷൻ അനുസരിച്ച് വേണം പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട്. ഇഫ് എ ബാങ്കർ പേയ്സ് ദി എമൗണ്ട് ഓഫ് ദി ഫോളോയിങ് ചെക്സ് ഇറ്റ് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് ദി പാർട്ടീസ്. ഇനി ഒരു ബാങ്ക് എന്തെങ്കിലും ഡിഫക്റ്റുകളുള്ള അല്ലെങ്കിൽ താഴെ പറയുന്ന രീതിയിലുള്ള ചെക്കുകളുടെ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് അപ്പാരൻറ്റ് ടെനർ അനുസരിച്ചുള്ള ഒരു പേയ്മെൻ്റ് ആകില്ല. നമ്പർ 1, എ സ്റ്റെയിൽ ചെക്ക്. കാലഹരണപ്പെട്ടു പോയ ഒരു ചെക്കിൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അപ്പാരൻറ്റ് ടെനർ അനുസരിച്ചല്ല, ഇൻറ്റൻഷൻ അനുസരിച്ചല്ല. ഇൻറ്റൻഷൻ എന്താ? അതിൻ്റെ ലൈഫ് ടൈമിൽ തന്നെ പേയ്മെൻറ്റ് കൊടുക്കണം. പേയ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് 3 മാസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുക്കുക, അതാണ് അപ്പാരൻറ്റ് ടെനർ. ഇപ്പം 3 മാസം കഴിഞ്ഞൊരു സ്റ്റെയിൽ ചെക്കിൻ്റെ മേൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് പേയ്മെൻറ്റ് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി അപ്പാരൻറ്റ് ടെനർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. അത് പാർട്ടിക്കാരുടെ ഇൻറ്റൻഷൻ അനുസരിച്ചല്ല. സെക്കൻഡ്ലി, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ബിഫോർ ഇറ്റ്സ് ഡ്യൂ ഡേറ്റ്. ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഡ്യൂ ഡേറ്റ് ആകുന്നതിന് മുമ്പ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ജനുവരി 5-ാം തീയതി ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു, ആ ചെക്കിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ജനുവരി 15 ആണെങ്കിൽ ജനുവരി 15-ന് മുമ്പ് ഈ ചെക്കിൻ്റെ മേൽ പേയ്മെൻറ്റ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് പേയ്മെൻറ്റ് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി അപ്പാരൻറ്റ് ടെനർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ദാറ്റ് ഈസ് പേയ്മെൻറ്റ് ഓഫ് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ബിഫോർ ഇറ്റ്സ് ഡ്യൂ ഡേറ്റ്. ദെൻ എ ക്രോസ് ചെക്ക് അറ്റ് ദി കൗണ്ടർ. ഒരു ചെക്ക് ക്രോസ് ചെയ്തിരിക്കുന്ന ചെക്ക്, ക്രോസിംഗ് എന്നാൽ നമ്മൾ 2 പാരലൽ ട്രാൻസ്ഫേഴ്സ് ലൈൻ ആ ചെക്കിൻ്റെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ വിതൗട്ട് ദി വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ, അക്കൗണ്ട് പേ, എക്സെട്ര. നമ്മൾ ആ ഒരു ചെക്കിൻ്റെ
സൈഡിൽ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇൻറ്റൻഷൻ മാറി. അതിൻ്റെ ഇൻറ്റൻഷൻ എന്താ? ഇറ്റ് നോട്ട് ബി പെയ്ഡ് അക്രോസ് ദി കൗണ്ടർ. ഇത് പേയ്മെൻറ്റ് ബാങ്കറിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. ഈ ചെക്കിൻ്റെ പേയ്മെൻറ്റ് ഒരിക്കലും കൗണ്ടറിലൂടെ കൊടുക്കാൻ പാടില്ല. ദി പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ത്രൂ എ ബാങ്ക്. ഏതെങ്കിലും ഒരു ബാങ്ക് മുഖാന്തരമേ പേയ്മെൻറ്റ് കൊടുക്കാവുള്ളൂ. അങ്ങനൊരു ക്രോസ് ചെയ്തിരിക്കുന്നൊരു ചെക്കിൻ്റെ പേയ്മെൻറ്റ് കൗണ്ടറിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഇൻറ്റൻഷൻ മാറി, അപ്പാരൻറ്റ് ടെനർ മാറി. ദാറ്റ് ഈസ് എ ക്രോസ് ചെക്ക് അറ്റ് ദി കൗണ്ടർ. ഒരു ക്രോസ് ചെക്കിൻ്റെ പേയ്മെൻറ്റ് ഒരിക്കലും കൗണ്ടറിലൂടെ കൊടുക്കാൻ പാടില്ല. അതൊരു ബാങ്ക് മുഖാന്തരമായിരിക്കണം, ഒരു അക്കൗണ്ട് മുഖാന്തരമായിരിക്കണം. ജനറലി ക്രോസ്ഡും സ്പെഷ്യലി ക്രോസ്ഡും ഉണ്ട്. ജനറലി ക്രോസ് ചെക്ക് ആണെങ്കിൽ എന്താ? ദാറ്റ് ക്യാൻ ബി പെയ്ഡ് ത്രൂ എനി ബാങ്ക്. ഏതെങ്കിലും ബാങ്കിലൂടെ പേയ്മെൻറ്റ് കൊടുക്കാം. ഇനി ഒരു സ്പെഷ്യലി ക്രോസ് ചെക്ക് ആണെങ്കിൽ, സ്പെഷ്യലി ക്രോസ് ചെക്ക് എന്താണ്? ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ പേര് ആ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കും. നമ്മൾ ആ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈനിൻ്റെ ഇടയ്ക്ക് വിത്ത് ഓർ വിതൗട്ട് 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ്, ഇപ്പം റൈറ്റിംഗ് ദി നെയിം ഓഫ് എ ബാങ്ക് with or without 2 parallel transverse lines on the face of a check, that constitutes special crossing. ഇപ്പോൾ ഒരു ചെക്കിൻ്റെ മുൻവശത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെക്കിൻ്റെ പേയ്മെൻറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുഖാന്തരമേ കൊടുക്കാവുള്ളൂ. ആ ചെക്കിൻ്റെ എമൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ഒരു ചെക്കിൻ്റെ പേയ്മെൻറ്റ് എന്താ, പേയിങ് ബാങ്കർ അവരുടെ കൗണ്ടറിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് പേയ്മെൻറ്റ് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി അപ്പാരൻറ്റ് ടെൻഡർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അതൊരു പേയ്മെൻറ്റിന് ഡ്യൂ കോഴ്സ് ആകില്ല. ദെൻ എ ചെക്ക് ദി പേയ്മെൻറ്റ് ഓഫ് വിച്ച് ഈസ് കൗണ്ടർമാൻഡഡ് ബൈ ദി ഡ്രോയർ. ഇപ്പോൾ ഡ്രോ ചെയ്തിരിക്കുന്നയാൾ പേയ്മെൻറ്റ് കൗണ്ടർമാൻഡ് ചെയ്തു. ചെക്ക് ഇഷ്യൂ ചെയ്തതിന് ശേഷം എന്താണ്, ബാങ്കിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ആ ചെക്കിൻ്റെ മേൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. പേയ്മെൻറ്റ് ഡ്രോയർ സ്റ്റോപ്പ് ചെയ്തു. അപ്പം അങ്ങനെ വന്നിരുന്ന കൗണ്ടർമാൻഡ് ചെയ്തു. ചെക്ക് ഇഷ്യൂ ചെയ്തതിന് ശേഷം ബാങ്കിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഈ പർട്ടിക്കുലർ ചെക്ക് പേയ്മെൻറ്റിന് വേണ്ടി പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. കൗണ്ടർമാൻഡിങ് ഓർഡർ, ഒരു കൗണ്ടർമാൻഡിങ് ഓർഡർ ഉള്ള ഒരു ചെക്കിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതുമെന്താണ്, നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി അപ്പാരൻറ്റ് ടെൻഡർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. അപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അതൊന്നും പേയ്മെൻറ്റിന് ഡ്യൂ കോഴ്സ് ആകുന്നില്ല. In case of a payment due course, the payment must be made in accordance with the apparent tenor of the instrument. That means in accordance with the intention of the parties to the negotiable instrument. Intention മാറിക്കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് ഒരിക്കലും പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ് ആകില്ല. Then secondly, the payment should be made in good faith and without negligence. പേയ്മെൻറ്റ് എല്ലായ്പ്പോഴും എന്താ, അത് ഉത്തമ വിശ്വാസത്തിലായിരിക്കണം. The person who receives the payment is eligible to receive the payment. അവിടെ പേയ്മെൻറ്റ് ഒരിക്കലും നെഗ്ലിജൻസ് ഉണ്ടാകാൻ പാടില്ല. റിസീവ് ചെയ്യുന്നയാളുടെ അയാൾക്കിത് വാങ്ങാനുള്ള അർഹതയുണ്ടെന്ന് വെരിഫൈ ചെയ്യാൻ ഒരിക്കലും നെഗ്ലിജൻസ് ഉണ്ടാകാൻ പാടില്ല. ഇഫ് ദി പേയ്മെൻറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്ത് സം നെഗ്ലിജൻസ്, ഇപ്പം ഉത്തമ വിശ്വാസത്തോടെ അല്ല, നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ അതൊരിക്കലും എന്താ, ഒരു പേയ്മെൻറ്റിന് ഡ്യൂ കോഴ്സ് ആകുന്നില്ല. അപ്പം പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ് ആകണമെങ്കിൽ പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിതൗട്ട് നെഗ്ലിജൻസ്. ഒരിക്കലും ഒരു ഉപേക്ഷ ഉണ്ടാകാൻ പാടില്ല, ജാഗ്രതക്കുറവുണ്ടാകാൻ പാടില്ല. ദെൻ നമുക്കൊരു പേയ്മെൻറ്റ് എപ്പോഴൊക്കെയാണ് ഒരു ഗുഡ് ഫെയ്ത്തോ അല്ലെങ്കിൽ നെഗ്ലിജൻസോ ഉണ്ടാകാവുന്നത്? അതിന് ചില സാഹചര്യങ്ങളുണ്ട്. പേയ്മെൻറ്റ് ഓഫ് എ ക്രോസ് ചെക്ക് അറ്റ് ദി കൗണ്ടർ. ഒരു ക്രോസ് ചെക്ക് കൗണ്ടറിൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായി, നെഗ്ലിജൻസ് ഉണ്ടായി ഫ്രം ദി പാർട്ട് ഓഫ് ദി പേയിങ് ബാങ്കർ. സെക്കൻഡ്ലി, പേയ്മെൻറ്റ് ഓഫ് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ബിഫോർ ഡ്യൂ ഡേറ്റ്, അവിടെയും നെഗ്ലിജൻസ് ഉണ്ടാകുന്നുണ്ട്. പേയ്മെൻറ്റ് ഓഫ് എ സ്റ്റെയിൽ ചെക്ക്, ബാങ്കിൻ്റെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായി. പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക് ദി പേയ്മെൻറ്റ് ഓഫ് വിച്ച് ഈസ് കൗണ്ടർമാൻഡഡ് ബൈ ദി ഡ്രോയർ, നെഗ്ലിജൻസ് ഉണ്ടായി. ഇവിടെ എന്താ, അപ്പാരൻറ്റ് ടെൻഡറല്ല, ഇൻറ്റൻഷൻ മാറി. നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി അപ്പാരൻറ്റ് ടെൻഡർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്, അഗെയിൻ നെഗ്ലിജൻസ് ഈസ് ദെയർ. ദെൻ ഫെയിലിയർ ടു വെരിഫൈ ദ റെഗുലാരിറ്റി ഓഫ് ആൻ എൻഡോഴ്സ്മെൻറ്റ്. ഇനി എൻഡോഴ്സ്മെൻറ്റ് റെഗുലർ ആണോ പ്രോപ്പർ ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ പേയിങ് ബാങ്കർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നെഗ്ലിജൻസ് ഉണ്ടാകുന്നു. ദെൻ ഫെയിലിയർ ടു വെരിഫൈ ദി കറക്റ്റ്നെസ് ഓഫ് ഡ്രോയേഴ്സ് സിഗ്നേച്ചർ.
ഡ്രോയറിൻ്റെ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യാൻ പേയിങ് ബാങ്കിന് പരാജയം വന്നു കഴിഞ്ഞാൽ, പേയിങ് ബാങ്കർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ്? അവിടെയും നെഗ്ലിജൻസ് ഉണ്ടാകുന്നു. ഇനി പേയ്മെൻറ്റിൽ ഒരു നെഗ്ലിജൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദാറ്റ് പേയ്മെൻറ്റ് കനോട്ട് ബി കൺസിഡർ ആസ് എ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ് അല്ല എങ്കിൽ എന്താ? പേയിങ് ബാങ്കിൻ്റെ പ്രൊട്ടക്ഷൻ നഷ്ടമാകും. ദെൻ നമ്പർ 3, ദി പേയ്മെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു എ പേഴ്സൺ ഇൻ പൊസഷൻ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് കൈവശം വെച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ. Then only that payment will become a payment in due course. It means that the payment of a check should be given to a person who is entitled to receive the payment. ആ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ നിയമപരമായ അവകാശമുള്ള ഒരാൾക്കായിരിക്കണം പേയ്മെൻറ്റ് കൊടുക്കുന്നത്. It means that the payment of a check should be given to a person who is entitled to receive the payment. ആ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ ലീഗൽ ആയിട്ടുള്ള എല്ലാ അർഹതയുമുള്ള ഒരാൾക്കായിരിക്കണം. If the payment is made to a person who is not entitled to receive the payment, that payment cannot be considered as a payment in due course. അർഹതയില്ലാത്ത ഒരാൾക്കാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ അതൊരിക്കലും പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ് ആകില്ല. ഒരു ചെക്ക് പേയ്മെൻറ്റിന് വേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബാങ്കർ വളരെ കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ നഷ്ടമായിട്ട് പോകും. The banker should make sure that the payment is a payment in due course. അത് വെരിഫൈ ചെയ്തിട്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. Then in case of an endorsed check, the endorsee, ഇപ്പം പേയ്മെൻറ്റ് ഇൻ കേസ് ഓഫ് an order check, pay named in the check. അപ്പം ആർക്കൊക്കെയാണ് ഈ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനായിട്ട് അർഹതയുള്ളത്? The following persons are entitled to receive payment. ഒരു പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ് ആകണമെങ്കിൽ ദി പേയ്മെൻറ്റ് മസ്റ്റ് ബി ഗിവൺ ടു എ പേഴ്സൺ ഹു ഇസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദി പേയ്മെൻറ്റ്. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു അർഹതയുള്ളത്? 1. ഇൻ കേസ് ഓഫ് an order check, pay to order. ഇൻ കേസ് ഓഫ് an order check, ദി payee named in the check. ആരുടെ പേരാണോ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് പേയി ആയിട്ട്, അപ്പം അയാൾക്ക് മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കാവുള്ളൂ. ഇൻ കേസ് ഓഫ് an order check, the payee named the check is entitled to receive the payment in case of a order check. Then in case of an endorsed check, എൻഡോസ് ചെയ്തിരിക്കുന്ന ഒരു ചെക്കാണ് എങ്കിൽ, ആരുടെയെങ്കിലും ഫേവറബിൾ ആയിട്ട് എൻഡോസ് ചെയ്തിരിക്കുന്ന ഒരു ചെക്കാണ് എങ്കിൽ ദി എൻഡോഴ്സി, ചെക്കിൻ്റെ പുറകിൽ പേ ടു നേരെ കൊടുത്തിട്ടുണ്ട്, പേ ടു സച്ച് ആൻഡ് സച്ച് പേഴ്സൺ. താഴെ എന്താണ്? ആ ചെക്കിൻ്റെ ഓണർ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അപ്പം അവിടെ എന്താ വരുന്നത്? ഇൻ കേസ് ഓഫ് an endorsed check, ദി എൻഡോഴ്സി, ആർക്കാണോ ഈ എൻഡോഴ്സ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്, എൻഡോഴ്സ് ചെയ്ത് ചെക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ ഇൻ കേസ് ഓഫ് എ ബെയറർ ചെക്ക്, ഇതൊരു ബെയറർ ഇൻസ്ട്രുമെൻ്റ് ആണ് എങ്കിൽ ദി പൊസസർ ഓഫ് ദി ചെക്ക്, ആരാണോ ഈ ചെക്ക് കൈവശം വയ്ക്കുന്നത്. ഇൻ കേസ് ഓഫ് എ ബെയറർ ചെക്ക്, ദി പൊസസർക്ക് അത് റിസീവ് ചെയ്യാനുള്ള ഒരു അർഹതയുണ്ട്. ദെൻ നാലാമത്തെ ഒരു കണ്ടീഷൻ എന്താ? ദി പേയ്മെൻറ്റ് ഷുഡ് നോട്ട് ബി മെയ്ഡ് ടു എ പേഴ്സൺ അണ്ടർ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ഗീവ് എ റീസണബിൾ ഗ്രൗണ്ട് ഫോർ ബിലീവിംഗ് ദാറ്റ് ഹി ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ദി പേയ്മെൻറ്റ്. പേയ്മെൻറ്റ് ഷുഡ് നോട്ട് ബി മെയ്ഡ് ടു എ പേഴ്സൺ under circumstances that give a reasonable ground for believing that he is not entitled to get the payment. ഈ പേയ്മെൻറ്റ് ആർക്കാണോ കൊടുക്കുന്നത് അവർക്ക് ഈ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനുള്ള അർഹതയില്ല എന്ന് സംശയിക്കാനുള്ള ഒരു കാരണം ഉണ്ടാകാൻ പാടില്ല. ഇപ്പം വളരെ ക്ലിയർ ആയിട്ട് ഇയാൾക്ക് തന്നെ പേയ്മെൻറ്റ് കൊടുക്കാമെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കാവുള്ളൂ. ഇനി സംശയിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ പേയ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല. അങ്ങനൊരു പേയ്മെൻറ്റ് ഒരു ബാങ്ക് നടത്തി കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് ഒരിക്കലും പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ് ആകില്ല. ദെൻ ഈ സംശയിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ദി ഫോളോയിങ് ആർ സം ഓഫ് ദി ഇൻസ്റ്റൻസസ് ദാറ്റ് അറൗസ് സസ്പീഷൻ അബൌട്ട് ദി ടൈറ്റിൽ ഓഫ് എ ചെക്ക്. സംശയം, ഒരു ചെക്കിൻ്റെ ടൈറ്റിലിനെ കുറിച്ച് സംശയമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ. നമ്പർ 1, ദി പേഴ്സൺ പ്രസൻസ് എ ചെക്ക് ഫോർ പേയ്മെൻറ്റ് ഹൂസ് പേയ്മെൻറ്റ് ഈസ് കൗണ്ടർമാൻഡഡ് ബൈ ദി ഡ്രോയർ. ഒരു കൗണ്ടർമാൻഡിങ് ഓർഡറുള്ള ഒരു ചെക്ക് പേയ്മെൻറ്റിന് വേണ്ടി പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യായമായിട്ടും സംശയിക്കാം, ഈ ചെക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനുള്ള അർഹതയില്ല. പിന്നെ ചെക്ക് വിച്ച് ഈസ് കൗണ്ടർമാൻഡഡ് ഈസ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, ദർ ഈസ് റീസണബിൾ ഗ്രൗണ്ട്, സഫിഷ്യൻറ്റ് ഗ്രൗണ്ട് ടു ബിലീവ് ദാറ്റ് ദി പേഴ്സൺ ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദി പേയ്മെൻറ്റ്. ദെൻ സെക്കൻഡ്ലി,
എ പേഴ്സൺ പ്രസൻസ് എ ചെക്ക് ആഫ്റ്റർ ഡെത്ത്, ഇൻസോൾവൻസി ഓർ ഇൻസാനിറ്റി ഓഫ് ദി ഡ്രോയർ. ഡ്രോയർ മരിക്കുകയോ ഇൻസൈൻ ആവുകയോ ഇൻസോൾവൻ്റ് ആവുകയോ ചെയ്തു കഴിഞ്ഞാണ് ഈ ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ബാങ്കിന് ന്യായമായിട്ടും വിശ്വസിക്കാം ഈ വ്യക്തിക്ക് അത് റിസീവ് ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി ഇല്ല. ദെൻ എ പേഴ്സൺ പ്രസൻസ് എ മെറ്റീരിയലി ഓൾട്ടേർഡ് ചെക്ക്. മെറ്റീരിയൽ ഓൾട്രേഷനുള്ളൊരു ചെക്കാണ് പേയ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവരിക്കുന്നതെങ്കിൽ അവിടെയും എന്താണ്, അതിൻ്റെ പേയ്മെൻറ്റ് റെഫ്യൂസ് ചെയ്യാം. എ പേഴ്സൺ പ്രസൻസ് എ ചെക്ക് ദി കണ്ടൻസ് ഓഫ് വിച്ച് ഈസ് ഓവർ റിട്ടേൺ, ഓവർ റൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ചെക്കാണ് എങ്കിൽ അപ്പോൾ അത് മെറ്റീരിയൽ ഓൾട്രേഷനായിട്ട് മാറും. അങ്ങനെ വന്നിരിക്കുന്ന ഒരു ചെക്കിൻ്റെ മേൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ് ആകുന്നില്ല. ഇനി അഞ്ചാമത്തെ കണ്ടീഷൻ എന്താ? ദി പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ മണി. എപ്പോഴും ഒരു പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ് ആകണമെങ്കിൽ പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. പണമായിട്ട് കൊടുക്കുന്ന പേയ്മെൻറ്റുകൾ മാത്രമേ പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ് ആകുന്നുള്ളൂ. പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക് ഇൻ ദി ഫോം അതർ ദാൻ ലീഗൽ ടെൻഡർ മണി. ലീഗൽ ടെൻഡർ മണി, കറൻസി നോട്ട് അല്ലാതെ അതർ ദാൻ ലീഗൽ ടെൻഡർ മണി ഈസ് നോട്ട് എ പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ്. അപ്പം കറൻസി നോട്ട് എണ്ണി കയ്യിലോട്ട് കൊടുത്ത അല്ലെങ്കിൽ കറൻസി നോട്ട് മുഖാന്തരം നടത്തുന്ന പേയ്മെൻറ്റുകൾ മാത്രമേ പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ് ആകുന്നുള്ളൂ. ഇഫ് ദി പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ എനി അതർ ഫോം other than legal tender money, that payment is not considered as a payment in due course. For instance, the payment in the form of a bill of exchange, then promissory note or goods. പേയ്മെൻറ്റ് എന്താ? പ്രോമിസറി നോട്ടിൻ്റെ ഫോമിലോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ആ പേയ്മെൻറ്റ് ഒരിക്കലും പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ആകുന്നില്ല.